ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് they will fall in love. And you know, I'm like, ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല, ഭയങ്കര ഫ്രണ്ട്സും ഭയങ്കര ഇതും തല്ലിപ്പൊളി ആവുന്നുണ്ട്. ആ എവിടെയോ ഒരു അമ്മച്ചി കിടപ്പുണ്ട് ഉള്ളില്. നീ 10ാം ക്ലാസ്സിൽ പഠിക്കും, 9ാം ക്ലാസ്സിലാ, നീ 10ാം ക്ലാസ്സിൽ കൂടെ പഠിക്കുക. അമ്മ വീട്ടിലിരുന്ന് ആ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കുക, അങ്ങനെ അമ്മേ നമുക്ക് അപ്പടി കിട്ടും. നന്ദിനീനെയും കിങ്ങിണീനെയും കൊടുത്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് ടൈം. Some people express, some people act. Then there are souls like her who simply radiates. Oh my God. The way she holds people close and the way she smiles, it's beyond words. It speaks volumes. Today, I have with me the most beautiful soul, Divya Pillai. Oh my God. Welcome, Divya. Welcome to Soul on the Mic. Thank you. So you are the beautiful soul today. Today, with another beautiful soul, and both of us radiating in pink. Yeah, pink. You ഇതൊക്കെ ടെലിപ്പതി എന്ന് പറഞ്ഞ പോലെ അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? Coincidence. നമുക്കറിയില്ല, പ്ലാൻ ചെയ്തൊന്നും ചെയ്തതല്ല. But very nice. Very nice. ഇനി ബ്യൂട്ടിഫുൾ സോൾ എന്നുള്ള വേർഡ് ആക്ച്വലി കടമെടുത്തത് ലാലേട്ടൻ്റെ അടുത്ത് നിന്നാട്ടോ. ഐ വാസ് അസോസിയേറ്റിംഗ് വിത്ത് ഹിം JT പാക്കിൽ, ജോസ് തോമസ് പെർഫോമിംഗ് ആർട്സ് സെന്റർ. അപ്പൊ ഹി യൂസ് ടു ടോക്ക് അബൌട്ട് പീപ്പിൾ. ആരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ നല്ലൊരു ബ്യൂട്ടിഫുൾ സോളാണ് എന്ന് പറയും. അങ്ങനെയാണ് ആ വേർഡ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. പിന്നീടൊക്കെ കേട്ടിട്ടുണ്ട്, ഇത് 2011 കേട്ടതാണ്. അപ്പോ എന്താ പറയാ ദിവ്യ, it's been I think 6 years നമുക്ക് പേഴ്സണലി അറിയാം. 2020 So I have to tell you, you are incredibly warm. Oh, thank you. Grounded. And so real. ഇതൊന്നും ഇരുത്തിക്കൊണ്ട് മുഖസ്തുതി ഒന്നും അല്ല. I have to tell this. കാര്യം കുറച്ച് സമയം കണ്ടാൽ പോലും കുറേ വർഷത്തെ പരിചയമുള്ള പോലെ ആളുകൾ കംഫർട്ടബിൾ ആക്കും. ദുബായ് ഹോം ഗ്രോൺ ഗേൾ, how is it possible? It's very, I think my parents are very much like that. That is, എനിക്ക് അങ്ങനെയാണ് അറിയാവുന്നത്. ലൈക്ക് അത് കണ്ടാണ് വളർന്നേക്കുന്നത്. അച്ഛനും അമ്മയും ഭയങ്കര വാർമാ, എവരി വൺ ഇസ് വെൽക്കം ഹോം. ആൻഡ് എസ്പെഷ്യലി മൈ ഡാഡ് ഭയങ്കര, സോ എല്ലാവരും പറയണ ഐ ഹാവ് മൈ ഡാഡ്സ് പേഴ്സണാലിറ്റി. മമ്മി കുറച്ചുകൂടെ ഒരു ഇതാണേലും, പക്ഷേ സഡൻലി വെൻ ഷി ഹാസ് സ്നേഹം വരുമ്പോൾ ലവ്സ് ടു കുക്ക്, ലവ്സ് ടു ഹോസ്റ്റ് പീപ്പിൾ. എല്ലാവരും വന്ന് ഭയങ്കര സ്നേഹമായിരിക്കും. പിന്നെ ഒരു ദിവസം കാണാൻ ഷി വോണ്ട്സ് ടു, ബിക്കോസ് മമ്മി യൂസ് ടു വർക്ക്, ആദ്യം ഷി സ്റ്റാർട്ടഡ് ഹർ കരിയർ ഓഫ് ആസ് എ നേഴ്സ്. അതെ. സോ ആൻഡ് ഷി യൂസ് ടു വർക്ക് ഷിഫ്റ്റ്സ്. പിന്നെ ദെൻ ഷി കണ്ടിന്യൂഡ് സ്റ്റഡിങ്. എൻ്റെ വീട്ടിൽ, അതായത് നമ്മുടെ 4 പേരിൽ, അച്ഛനമ്മ ഞാൻ ചേച്ചി, ഞങ്ങൾ 4 പേരിൽ അമ്മയാണ് പഠിപ്പിച്ചത്. അതെ. സോ ഷീ കണ്ടിന്യൂഡ് സ്റ്റഡിങ് ഈവൻ ആഫ്റ്റർ വി വെർ ഓൾ. ഞങ്ങൾ കോളേജ് പോകുന്ന സമയത്ത് മമ്മിയും പോവായിരുന്നു കോളേജിൽ. ഷി വാസ് ഇൻ വോളംഗോങ് യൂണിവേഴ്സിറ്റിയിൽ. ഷീ ഡിഡ് ഹർ ക്വാളിറ്റി അക്രഡിഷൻ ചെയ്തു. സോ അങ്ങനെ ഷി ബിക്കേം എ ക്വാളിറ്റി ഓഡിറ്റർ for and she's working in Al-Basel Hospital at that time. So then she continued studying. അങ്ങനെയാണ് മമ്മി. So she's a how do I say it, ambivert, like an introverted extrovert. ഞാനും ഏകദേശം somewhat like that, but I'm a little more of an extrovert like my dad. And then the warmth, I think it comes from my father. That's why I mentioned Dubai homegrown girl, because എൻ്റെ മോളൊക്കെ ദുബായ് born and brought up ആണ്. പക്ഷേ ഷീ ഈസ് വെരി ഇൻട്രോവേർട്ട്. അപ്പം ഞാൻ കണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പം ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ, ഗസ്റ്റൊക്കെ വന്നാൽ അപ്പം ഈ റൂമിലേക്ക് പോവാം. അങ്ങനെയാണ് അവിടുത്തെ കുട്ടികളെ കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ദിവ്യയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ ഐ എം സീയിങ് യു ലൈക്ക് കുറേ പെറ്റ്സിൻ്റെ കൂടെ, അതിനും കുറേ എന്താ പറയുക, ഒരു നാടൻ, യു ലുക്ക് ലൈക്ക് വെരി
ഫാഷൻ ആൻഡ് ട്രെൻഡി എന്നെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാള്. പക്ഷെ വെൻ കംസ് ടു യു നോ certain things are in 1950s അല്ലേ. I love it. അങ്ങനത്തെ like even in relationships and when friends ആണെങ്കിലും like a lot of people have said that എവിടെയോ ഒരു അമ്മച്ചി കിടപ്പുണ്ട് ഉള്ളില്. That's really good അല്ലേ? ആ ഒരു സംഭവം എല്ലാവർക്കും ഈ ഒരു ലൈക്ക് നമ്മുടെ ഈ ഒരു ഏജിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. തന്നെയല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ഐ തിങ്ക് ഈ ലോക്ക്ഡൗൺ ഭയങ്കരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്തു. സോ ഐ തിങ്ക് ഐ സീ എ ലോട്ട് ഓഫ് മൈ നെഫ്യൂസ് നീസസ് അവരെയൊക്കെ കാണുമ്പോഴും ഐ ഫീൽ ലൈക്ക് ഈ സ്കൂളിൽ അടഞ്ഞ് വീട്ടിനകത്ത് പെട്ടുപോയപ്പോ ഈ കുട്ടികൾ ആ ഫോണിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് ഭയങ്കര അതൊരു പ്രശ്നമാണ്. ലൈക്ക് വെൻ ഐ സീ മൈ എൻ്റെ നീസസ് ആൻഡ് നെഫ്യൂസിനെ കാണുമ്പോൾ ദേ ആർ വെരി മച്ച് ഇൻ ദെയർ ആ ഒരു വേൾഡിൽ നമുക്ക് ആ ചോയ്സ് ഉണ്ടായിരുന്നില്ല. വി ഹാഡ് ടു ലൈക്ക് ഗോ ഔട്ട് ആൻഡ് യുനോ നമ്മൾ ഞാൻ എൻ്റെ നാട്ടിൽ വന്ന് 11th തന്നെ അമ്മ started saying that ഇവിടെ നിർത്തിയാ ശരിയാവില്ല, ഭയങ്കര ഫ്രണ്ട്സും ഭയങ്കര ഇതും തല്ലിപ്പൊളി ആവുന്നുണ്ട്. ഭയങ്കര തല്ലിപ്പൊളി ആവുന്നുണ്ട്, പഠിത്തത്തിൽ ശ്രദ്ധയില്ല. പഠിപ്പ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവിടെ പഠിക്കണം. നമുക്ക് ഈ എക്സാംസ് കഴിഞ്ഞ് നമുക്ക് ഹോളിഡേയ്സ് ഒക്കെ വരുമ്പോഴത്തേനും അപ്പൊ നമ്മളെ ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സമ്മർ ക്യാമ്പിന്റെ ഒക്കെ വിട്ടിട്ട് അവിടെ പോയി ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇനിയും പഠിച്ച് കഴിഞ്ഞു അമ്മ, ഇല്ല നീ ഇനി 10th ക്ലാസ്സിൽ പഠിക്കും, 9th ക്ലാസ്സിലാ, നീ 10th ക്ലാസ്സിൽ കൂടെ പഠിക്കുക. അമ്മ ഇതിനൊരു സോ ഷീ ഓൾവേസ് വാണ്ടഡ് ടു. ഇപ്പോഴും എൻ്റെ അടുത്ത് പറയും നീ മാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല ദിവ്യ. ഞാൻ പറഞ്ഞു ഇനി അമ്മ ഞാൻ സിനിമയിൽ എന്ത് മാസ്റ്റേഴ്സ്. ഒരിക്കലും നമ്മൾ പഠിത്തം നിർത്താൻ പാടില്ല. നമ്മളെപ്പോഴും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നത് നമ്മുടെ സ്കിൽസും നമ്മൾ പഠിക്കുന്നത് മാത്രമേ. അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും എഡ്യൂക്കേഷൻ നമ്മുടെ വിട്ടു പോവില്ല. ബാക്കിയെല്ലാം നീ പറയുന്ന ഫ്രണ്ട്സ്, നീ പറയുന്ന എല്ലാവരും നിന്റെ ചിലപ്പം ഈ പൈസ എല്ലാം പോവും, പക്ഷെ യോർ സ്കിൽസ് അത് പോവില്ല. ഞാൻ പറഞ്ഞു ശരി അമ്മ, ഓക്കെ. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ പിന്നെ അമ്മ ഇങ്ങനെ പറയുമല്ലോ, നമ്മളിങ്ങനെ കേൾക്കേണ്ടതും. അതെ 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 അതെ, അത് അവരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. ഞാൻ ചിലത് അമ്മ മതി അമ്മ നിർത്തമ്മ, ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇപ്പൊ നിനക്ക് ഡാൻസ് പഠിച്ചൂടെ, സിനിമയിൽ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ഈ പഠിത്തം വിടൂല അല്ലേ അമ്മ, ഡാൻസ് ആയാലും പാട്ടായാലും പഠിച്ചൂടെ, നിനക്ക് പാട്ട് പഠിച്ചൂടെ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ, നിനക്ക്. ഞാൻ പറഞ്ഞ അമ്മ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ. പക്ഷെ അപ്പൊ ഇപ്പോഴത്തെ ബിസി സ്കെഡ്യൂൾ അമ്മയ്ക്ക് അറിയാലോ, ബാക്ക് ടു ബാക്ക് ചില സമയത്ത് മൂവീസ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ ചില നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാ റൈറ്റ്, ലൈക്ക് നമുക്ക് കുറെ സമയം നമ്മൾ സിനിമ ഉള്ളപ്പോൾ ഉണ്ടാവും. There are times where we are just simply sitting at home. ഈ വെറുതെ ഇരിക്കുന്ന സമയമാണ് എൻ്റെ മമ്മിക്ക് ഇറിറ്റേഷൻ ആവുന്നത്. എനിക്ക് ഓൾറെഡി ആ ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ഒക്കെ ഉണ്ട്, നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അമ്മ വന്നിട്ട് തന്നെ വെറുതെ ഇരിക്കുകയാണ്, വെറുതെ എങ്ങനെയാണ് നിനക്ക് പറ്റുന്നത്, ഈ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എങ്ങനെ നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നത്, നിനക്കൊന്ന് പോയി ആ ഡാൻസ് ഒന്ന് പഠിച്ചൂടെ, നിനക്ക് പോയി. അമ്മ നീ അതൊന്നും ആ പറച്ചിലൊന്നും നിർത്താം, എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, എങ്ങനെ നിനക്ക് സാധിക്കുന്നു ഇങ്ങനെ വെറുതെ ഇരിക്കാൻ. ഞാൻ പറഞ്ഞു I'm like, okay. So this will never go. So I think my mom always pushes me out to, വെറുതെ ഇരിക്കുന്ന കാണുന്ന അമ്മയ്ക്ക് ഒരു ഇറിറ്റേഷൻ. സോ അങ്ങനെ അതുകൊണ്ട് ഞാൻ ലൈക്ക് ഐ ഫോഴ്സ് മൈ സെൽഫ് ടു ഗോ ഔട്ട്, അറ്റ്ലീസ്റ്റ് ഗോ മീറ്റ് മൈ ഫ്രണ്ട്സ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആ ഒരു ഇത് നമുക്ക് വീട്ടിലിരുന്ന് ആ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കുക, അങ്ങനെ അമ്മേ നമുക്ക് അപ്പടി കിട്ടും. അല്ല ഇപ്പൊ ഞങ്ങൾ ഇന്നലെ സംസാരിക്കുമ്പോൾ പറയായിരുന്നു, ഇന്നലെ I had a talk with one of the senior magicians, Rajamurthy. Okay. So he was talking about, now kids started saying, I'm getting bored. Oh.
അല്ലേ? ഐ എം ഗെറ്റിംഗ് ബോർഡ്. കുറെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല, ബോറടി എന്ന് പറയുന്നത്. എക്സാക്ട്ലി. ഇന്നിപ്പം എന്താ വെച്ചാൽ കുറെ നേരം ഈ റീൽസും ഫോണും ടിവിയും ഇന്റർനെറ്റും ഒക്കെ ആയിട്ട് പോയി കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒബ്വിയസ്ലി ബോറടിക്കും. സോ ദാറ്റ്സ് ദ കേസ്. അപ്പം ഞാൻ ദുബായ് കണക്ട് ചെയ്തതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു വാംത്ത് ആൻഡ് ലവ് ടേക്ക് കെയർ ചെയ്യാം. ബിക്കോസ് ഞാൻ ലാസ്റ്റ് ടൈം വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും എനിക്ക് ഡ്രസ്സ് ചെയ്ത് തരിക, സാരി കൊടുത്ത് തരിക, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുക, ഒരു ഭയങ്കര വാംതി. സോ ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ അവിടെയുള്ള പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ തോന്നി. ഐ ആം ഓൾസോ ലൈക്ക് ദാറ്റ്. ഈ പറഞ്ഞ പോലെ ഒരു അമ്മ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ someone, you know, and I was enjoying it because I never had a chance. Someone is asking me, കഴിച്ചോ കുടിച്ചോ. നീ കുറേ തവണ എൻ്റെ അടുത്ത് വന്നിട്ട് you were asking, you remember? Because ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ we want them to be comfortable. നമ്മൾ അവരെ അവർ കംഫർട്ടബിൾ ആയിരിക്കണം. വി ഡോണ്ട് വോണ്ട് അതും നമ്മുടെ സ്പേസിലല്ലേ അവര് ഉള്ളത്. അപ്പോൾ ഐ ഡോണ്ട് വോണ്ട് എനിവൺ ടു ഫീൽ അൺകംഫർട്ടബിൾ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ടു ടേക്ക് കെയർ ഇസ് ഒരു ഹോസ്റ്റ്. സോ ഐ ലവ് ടു പ്ലേ ദാറ്റ്. ഞാൻ ഇവിടെ നമ്മുടെ ടീമിനോട് എല്ലാവരോടും പറഞ്ഞിരുന്നു, യു വിൽ ബി മോസ്റ്റ് കംഫർട്ടബിൾ വിത്ത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ 2 മണിക്കൂർ പോസ്റ്റ് ആക്കി അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇറ്റ് ഹാപ്പൻസ്. പക്ഷേ എന്താ പറയാ, ഈ താറ കുഞ്ഞുങ്ങള്, ആടിനൊക്കെ മിന്റ് സോസോ അങ്ങനെയൊക്കെ പേരാണ്. എന്ത് മിന്റ് സോസ്, ആട് കുഞ്ഞുങ്ങള്, താറാവും കുഞ്ഞുങ്ങള്, പശുക്കള്, അതെവിടെയാ? വീട് എവിടെയാ? തറവാട്ടില് മാവേലിക്കര അല്ലേ? മാവേലിക്കര വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നിട്ട് അന്ന് GP പറയുന്നുണ്ട്, ഇവിടെ വന്നപ്പോ ഞാനോടത്ത് ഇത് മൃഗശാലയിൽ വന്ന് പെട്ട പോലെ അല്ലേ? അതെ, തോന്നിയ അവന് ഹി ഫെൽറ്റ് ലൈക്ക് ഹോം. അവന്റെ വീട്ടിലേക്ക് വന്ന പോലെ തോന്നി. ബിക്കോസ് ഒരു മൃഗാലയാണല്ലോ. അപ്പൊ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊക്കെ അച്ഛനാണോ? ഡാഡിയും അച്ഛനും അമ്മയായിരുന്നു. നമുക്കൊരു നേപ്പാളി ഫാമിലി ഉണ്ടായിരുന്നു ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. പക്ഷെ അവർ പോയതിന് ശേഷം ഇറ്റ് ബിക്കെയിം ഡിഫിക്കൾട്ട്. നമ്മളെല്ലാവരെയും അമ്മയ്ക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി നോക്കാനായിട്ട്. അതൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മുടെ ഹൗസ് മെമ്പേഴ്സിനെ കുറച്ചു. പശുവിനെ നമ്മൾ കൊടുക്കേണ്ടി വന്നു. പശുവിനെയും ക്രാവിനെയും നന്ദിനെയും കിങ്ങിണിനെയും കൊടുക്കേണ്ടി വന്നു. നമ്മുടെ ആട്ടുകുട്ടി ജാനു മിൻസോസ്. ഞാൻ മമ്മി പറഞ്ഞു, എന്തോ അടി സാഡിസ്റ്റാ നീ, സാഡിസ്റ്റ്. ഞാൻ പറഞ്ഞു, ഇനി ഓർക്കണം അതിനെ ലാംബ് ചോപ്പ് ആൻഡ് മിൻസോസ്. അതായിരുന്നു. അച്ഛൻ പറഞ്ഞു, നീ സാഡിസ്റ്റാ. ലൈക്ക് I would always ask them, ഇവരെ വിൽക്കില്ലല്ലോ, അറക്കാനായിട്ട് കൊടുക്കില്ലല്ലോ. ഓഫ് കോഴ്സ് നോട്ട്. നമ്മുടെ കുട്ടികളെ പോലെയാണ് നമ്മൾ വളർത്തുന്നത്. എന്നാ നമുക്കൊരു പേരിടാം, ലാംബ് ചോപ്പ്, മിൻസോസ്. വേറൊരു നമ്മുടെ ഹൗസ് അഡ്മിനിസ്ട്രേറ്റർ ശാന്ത ആന്റി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വരുമായിരുന്നു നമ്മുടെ ഇവരെയൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ശാന്ത ആന്റി അമ്മ പറയും, എൻ്റെ പൊന്നു മോളെ, നീ പേരൊക്കെ ഇടുന്ന കൊള്ളാം, ശാന്ത ആന്റിക്ക് വിളിക്കാൻ പറ്റുന്ന പേരായിരിക്കണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ വീട്ടില് നമുക്കൊരു ലാബ് പപ്പി ആയിരുന്നു എൻ്റെ അച്ഛൻ്റെ. 2014 വി ഗോട്ട് ദാറ്റ് പപ്പി. കോക്കോന്നാ ഞാൻ പേരിട്ടെ. അപ്പോൾ കോക്കോയേ ശാന്ത ആന്റി വിളിക്കുന്നേ, കോക്കോയേ. അപ്പൊ അമ്മ പറഞ്ഞു, മോളെ നിനക്ക് ശാന്തി ആന്റിക്ക് വിളിക്കാൻ പറ്റിയ പേര്. അവ ഈ മിന്റ് സോസ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ജാനു ഇങ്ങനെയൊക്കെ പേര് വെച്ച്. അപ്പം ലൈക്ക് ശരി. എപ്പോഴെങ്കിലും ഒക്കെ ലൈഫിൽ ഈ പെറ്റ്സിന്റെ കൂടെയുള്ള അവരോടുള്ള സ്നേഹം, അവർക്ക് തിരിച്ചുള്ള സ്നേഹം, അതെപ്പോഴെങ്കിലും ഒക്കെ ഹീൽ ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നു നമുക്ക് മോസ്റ്റ് അൺകണ്ടീഷണൽ ലവ് കിട്ടുന്നത് നമ്മുടെ ആനിമൽസ് എന്നല്ലേ. അവർ നമുക്ക് ഒന്നും വേണ്ട, അവർക്ക് എക്സ്പെക്ട് ചെയ്യണില്ല. കുറച്ച് ഷാപ്പാട് വേണം. നമ്മുടെ ഈ ലാബ്സ് ഒക്കെ ആണെങ്കിൽ ഷാപ്പാട് വേണം, അതല്ലാതെ വേറെ അവർക്കൊന്നും വേണ്ട. അവർക്ക് അവരുടെ സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര ഒരു അവിടെ കൂടി ഇരുന്നാൽ മതി. ചിലപ്പോൾ വിചാരിക്കും, എൻ്റെ ദൈവം ഈ ആൾക്കാരൊക്കെ ഒന്ന് മാറി നമ്മുടെ പട്ടിക്കുട്ടീസിൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ പകുതി നമ്മുടെ ടെൻഷനും എല്ലാം ഡിപ്രഷനൊക്കെ മാറും.
നന്ദിനീനെയും കിങ്ങിണീനെയും കൊടുത്തപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് ടൈം. ലൈക്ക് എനിക്കിങ്ങനെ ഇവിടെ ഇരുന്ന് പറയാം, കൊച്ചിയിലിരുന്ന് അച്ഛനും അമ്മയാണ് അവിടെ നോക്കണ്ടേ. മമ്മിക്ക് അലർജി ആയി തുടങ്ങി, സ്കിൻ ഭയങ്കര. അമ്മയായിരുന്നു, അമ്മ കാടി കൊടുത്താലേ ഇങ്ങനെ വെച്ച് കൊടുത്താലേ മാഡം കുടിക്കുള്ളൂ, അല്ലെങ്കിൽ മാഡം കുടിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സ്കിൻ അലർജി. then it was very difficult. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരെ പിരിയാനായിട്ട്. പക്ഷെ വി ഹാഡ് ടു. ബട്ട് ദേ ആർ എ വെരി നൈസ് ഹോം. അവർ നല്ലപോലെ നോക്കുന്ന വീട്ടിലേക്കാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഈവൻ നമുക്കിപ്പോൾ 8 പട്ടിക്കുട്ടീസ് ഉണ്ട്. ഇവരെ നമുക്കൊന്നും, ഇതും ഒരു പ്രശ്നമാണ് അച്ഛനമ്മയ്ക്കും. അതെ, ഇറ്റ്സ് ഡിഫിക്കൾട്ട് ഫോർ ദം. ഓരോ ആൾക്കാരെ, ഞാൻ ഐഡിയുടെ സിനിമയുടെ ഷൂട്ടിന് പോയപ്പോൾ റൂട്ടിൽ നിന്ന് എടുത്താണ് റോളക്സിനെ. ബിക്കോസ് അവൻ ഇങ്ങനെ നോക്കുമ്പോൾ, ഞാൻ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുക ഈ ആള്. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് സ്റ്റോപ്പ് ദ കാർ, എടുക്ക്, വീട്ടിൽ കൊണ്ടുപോകാം, ദാറ്റ്സ് ഇറ്റ്. എന്നിട്ട് ഞാൻ ഷൂട്ടിന്, ഐഡിയുടെ ഷൂട്ടിലെ സമയത്ത് ഞാൻ എന്തും കൂടെ കൊണ്ടുപോയിരുന്നു. അവർക്ക് ഭയങ്കര സ്നേഹം. യു വോണ്ട് ബിലീവ്, നമുക്ക് 500 കോഴി ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കൊടുത്തു, എല്ലാം നമുക്ക് കൊടുക്കേണ്ടി വന്നു. ബിക്കോസ് ഇറ്റ് വാസ് ടു ഡിഫിക്കൾട്ട്. ആളില്ല, നോക്കാൻ ആളില്ലെങ്കിൽ വെരി ഹാർഡ് ടു ടേക്ക് കെയർ. അപ്പോൾ അങ്ങനെ ഈ കോഴി വരെ നമുക്ക് വെയിറ്റ് ചെയ്യും, യുനോ. അപ്പോൾ അന്നേരം എനിക്ക് ഭയങ്കര ഗിൽറ്റ് അടിക്കും. ഈശ്വര, ചിക്കൻ ഫ്രൈ, ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ, ബിക്കോസ് ദേ റെക്കഗ്നൈസ് ആസ്. നമുക്ക് ഈ പട്ടിക്കുട്ടീനെ നമ്മുടെ അടുത്ത് എങ്ങനെയാ സ്നേഹം, അതുപോലെ തന്നെയാണ് ഈ ചിക്കനും ഒക്കെ നമുക്ക് ഭയങ്കര. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും. പിന്നെ ഞാൻ ഒരു സമയത്ത് ഞാൻ ഭയങ്കര വീഗൻ, ഞാൻ കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. പിന്നെ ഒരു ദുബായ് ട്രിപ്പ് മതി, ഇതെല്ലാം അതിങ്ങനെ പറയില്ലേ, കൊന്നാൽ പാപം തീരും. പക്ഷെ നമ്മുടെ വീട്ടിലെ നമുക്കൊന്നും, നമ്മുടെ വീട്ടില് വളർത്തുന്നത് പറ്റില്ലായിരുന്നു. നമുക്ക് മീൻ കൃഷി ഉണ്ടായിരുന്നു, മീൻ പോലും നമുക്ക്. മീനിന് പേരിട്ടിരുന്നോ? ഇല്ല, കുറെ പേരുണ്ടായിരുന്നു. കുറെ പേരുണ്ടായിരുന്നു. താറാ കുഞ്ഞിൽ ഒരു കുഞ്ഞിന് പേരിട്ടിട്ടുണ്ടായിരുന്നു, എന്തോ അങ്ങനെ, സാറാണോ എന്തോ ഒരു പേര്. ഞാന് കുറെ പേരുണ്ടായിരുന്നു, പക്ഷെ ഐ ഡോണ്ട് റിമെമ്പർ എല്ലാത്തിന്റെയും. അതിനെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട് ടേക്ക് കെയർ അച്ഛനായിരുന്നു അതിന്റെയൊക്കെ ആള്. ബിക്കോസ് ദേ വർ നോട്ട്, അവര് ചൂട് കൊടുത്ത് അവര്, ബിക്കോസ് ഓൺ ദ വേർജ് ഓഫ് കരിങ്കോഴി ഉണ്ടായിരുന്നു, അതൊക്കെ ഓൺ ദ വേർജ് ഓഫ്. അതിന് അച്ഛനായിരുന്നു അതിന്റെ എല്ലാം നോക്കുന്നതും ഒക്കെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി. പക്ഷെ അതൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ദിവ്യയെ. കാര്യം ഇപ്പൊ ഇവിടെ വന്നിട്ടാണെങ്കിലും ഐ ക്യാൻ സീ യു വിത്ത് മെനി ഓഫ് യുവർ ഫ്രണ്ട്സ്, എസ്പെഷ്യലി ഗേൾസ്. അത് ഭയങ്കരമായിട്ട് എനിക്ക് അസൂയ തോന്നാറുണ്ട്. ഒരു 2-3 പേര്, നമ്മുടെ നിത്യ, പൂജിത, ഇങ്ങനെ ഒരു 3-4 പേരുണ്ടല്ലോ. ഐ ഓൾവേസ് തിങ്ക് യു ആർ സോ ലക്കി, ഓർ ദേ ആർ ലക്കി. ബിക്കോസ് നമ്മുടെ ഒരു ലേഡീസിന്, ഇഫ് യു ഹാവ് ഗേൾസ് ആസ് ഫ്രണ്ട്സ്, അതിനേക്കാൾ ബോയ്സ് മോശമെന്നല്ല പറഞ്ഞത്. ദ ഇമോഷൻസ്, ആ ഒരു ഫീൽ, നമുക്ക് അവർക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, വൈബ് ചെയ്യാനും എല്ലാത്തിനും. അതെ, നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ ടെൻഷനും കുറേ സ്ട്രെസ്സും ഒക്കെ ഉണ്ടല്ലോ നമുക്ക്. പക്ഷേ നമ്മുടെ ഗേൾസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ആ സന്തോഷമില്ലേ, everyone is going through something or the other. So when we get together, we just forget everything, and the way we laugh, that we'll never get. എനിക്ക് ഒരിക്കലും, ഐ എം എ കംപ്ലീറ്റ് ഗേൾസ് ഗേൾ. നമ്മൾ ഈ ബ്രോ കോഡ് എന്ന് പറയുമ്പോൾ വി ഹാവ് എ ഗേൾസ് കോഡ്. ഐ ഡു നോട്ട് ബ്രേക്ക് ദാറ്റ്, ആൻഡ് ഐ എം വെരി സ്ട്രിക്റ്റ് ഓൺ ദാറ്റ്. ലൈക്ക് യുനോ, എനിക്ക് if someone upsets my best friend, I'm your worst enemy. Like, if she does not like you, I don't like you. It is it is just taken in. Okay. I will not go and reason why and all this. No, my best friend does not like you, so I don't like you. So angathe, like, I mean, it does not mean that I'll go fight with them or anything. But I'm just saying, like, you know, then it just so complete girl enke and a friendship is very important. It's very rare. ഈ ഒരു സമയത്ത്, ലൈക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, ഐ ഫൈൻഡ് ഫ്രണ്ട്ഷിപ്സ് ഇൻ ജനറൽ ഭയങ്കര, എന്താ പറയുക, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ ട്രൂ കണക്ഷൻ, ട്രൂ. അത് കിട്ടിയാൽ ഇറ്റ്സ് വെരി, യു ആർ ലക്കി. എല്ലാവർക്കും വാട്ട് ക്യാൻ ദേ ഗെറ്റ് ഔട്ട് ഓഫ് യു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും വരുന്നതും സംസാരിക്കുന്നതും നമ്മുടെ അടുത്ത് അടുക്കുന്നതും ഒക്കെ. അവർക്ക് എന്ത് ലാഭം കിട്ടും, അവർക്ക് എന്ത് കിട്ടും, അതൊക്കെ ഞാൻ
I think it's a part of being an adult to realize that I was living in this, you know how in Dubai ജീവിച്ചുകൊണ്ട് you might know, it's like there അവിടെ ഒരു മറയില്ല. Everyone is like a bit more, no one wants to take anything from you or അങ്ങനത്തെ ഒരു taking advantage of you. അത് I'm not saying it is, there are no people there like that, there might be, പക്ഷേ I don't know, I have never experienced that over there. പക്ഷെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് കുറേ അടി കിട്ടി കുറേ സ്ഥലത്തുനിന്ന്. അപ്പോൾ then I realized that നമ്മൾ ഭയങ്കരമായിട്ട്, so I have a tendency to trust people very fast, very easily. And പക്ഷേ I realized that, you know, ചില സമയത്ത് we don't need to do that. We don't need to burn ourselves, you know, in the expense of friendship. And choosing the right people and where you spend your energy is very important, and choosing the right people is very important. You're spending your time. Spending your time and all that is very important. I think slowly I realized that, but I'm still learning. I'm still trying to learn and, you know, protect our energy. It might be because of the misunderstanding, like, you know, you're too much open up, അല്ലെങ്കിൽ ആ ഒരു ജെനുവിനിറ്റി പീപ്പിൾ ആർ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേ, അങ്ങനെയുണ്ട് ചില സമയത്തൊക്കെ. അതുകൊണ്ട്, and especially with, I have noticed one thing also, like with men, for example, like I could never have very close friendships. I have very few men as friends. Why? Because ഒന്നാമത്തെ കാര്യം, ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് they will fall in love. And you know, I'm like, but we were not, നമുക്ക് ആ ആംഗിൾ അല്ലല്ലോ ഉദ്ദേശിച്ചത്. അതെ, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ വേണ്ടേ. പക്ഷേ അതൊരു തിൻ ലൈനാണ്. ആൻഡ് വെരി ഫ്യൂ പീപ്പിൾ ഐ ഹാവ് മെയിൻറ്റെയിൻ ദാറ്റ് വിത്ത്. പിന്നെ ഞാൻ തന്നെ ഭയങ്കര ഗാർഡഡ് ആയിരിക്കും. So you ignore or you cut, അവിടെ വെച്ച് കട്ട് ചെയ്ത് പോകാറുണ്ട്. In your profession it's very difficult. Sometimes it's very difficult, like, you know, because എവിടെ വെച്ചാണ് very few people you feel close at, and their intention is not anything else but they just want pure friendship. It's very അത് കഴിഞ്ഞ്, because നമ്മൾ കുറച്ച് ഇപ്പോൾ നമ്മൾ like with you, if I'm being very open and thing, you are not going to see me in a different angle. You know, but sometimes with men it's not like that. Suddenly it is like, oh, she's free, she's open, she's like, you know, maybe there is something. I'm like, dude, no. I'm just being, you know, just being me. And so then there is a different side of me. Then I have to, like, you know, like, it's a joke, it's like very funny and all that stuff, like, what man, dude, bro, what the hell. So അങ്ങനത്തെ ഒരു ഇതാക്കുമ്പോൾ they'll be like, കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നിന്നെ ആ കണ്ണിൽ കൂടെ നമുക്ക് കാണാൻ പറ്റില്ല, ലൈക്ക് ഒരു അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. I cannot see her as a girl. And that is an effort from me, because I make sure that they don't feel like that. Exactly. I have to do that. Otherwise they are going to see, അല്ലെങ്കിൽ അവർ എന്നെ കാണുന്നത് വേറെ രീതിയിലാണ്. If I become like, she's available, she's like, she's so gullible, okay, like, let's just no, dude, no. I have to put that face, I have to put mask. That guard just comes up. I'm like, so the minute they're like, dude, shut the fuck up, like, sorry, okay. But I have to do that, like, you know, like, ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, do not come close എന്നുള്ള രീതിയിൽ, because and because of that maybe I do push away a lot of people. And I'm more comfortable with my girl friendships, and girl friendships also I have to be careful of who I'm letting close to, because I don't know what their intention is. Korre alkar, like, you know, they'll act as your best friend and everything. Korre kutti kittiyappo I'm like, madi ini kuttan സ്ഥലം ബാക്കിയില്ല, മതി ഇനി വയ്യ എന്നുള്ള രീതിയിൽ, like, I just now I have very few friends, my friends from my childhood, and a few friends that I have here, madi എനിക്ക് ഒരു മതി. happy space, yeah. But you will face again, I think. It's life. It's life. No, I'm not telling you, no, you have to. But how you cope up with it and how you overcome. പിന്നെ ഈ പറഞ്ഞ പോലെ എഫേർട്ട്, ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുമ്പോഴാണ് വി ഫീൽ ഗെറ്റ് ടയർഡ് ഓഫ്, അല്ലേ? സമയത്ത് ഭയങ്കര ടയറിങ് ആണ്. ആൻഡ് നമ്മുടെ ഈ പ്രൊഫഷനും നമ്മൾ പലതരം ആൾക്കാരല്ലേ, നമ്മൾ ഒരു സെറ്റിൽ പോകുമ്പോൾ എന്ത് തരം ആൾക്കാരെ വേണ്ടി. അപ്പോൾ നമ്മൾ ഓഫീസിലാണെങ്കിൽ നമ്മളൊരു
ഓക്കെ ഒരു 100 പേരുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ഓഫീസ്, നമ്മുടെ ആ ഫ്ലോറിൽ 100 പേരുണ്ട്. ആ 100 പേരെ നമ്മൾ എന്നും കാണുന്നത്, വി നോ ഇത്രയുണ്ട്, ഹൂ വി ഹാവ് ടു ബി കെയർഫുൾ ഓഫ്, എന്ത് മാത്രം ചെയ്യും, ആൻഡ് ഓൾ ദാറ്റ് വി നോ. പക്ഷേ വെൻ കമ്മിങ് ടു ആർ ഇൻഡസ്ട്രി, ഇറ്റ്സ് ലൈക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്ത് പോകുമ്പോൾ പലതരം ആൾക്കാർ, പല ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, ഡിഫറെൻറ്റ് യുനോ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ആൻഡ് ടു മാനേജ് ദാറ്റ്, മാനേജ് ഡിഫറെൻറ്റ് ഈഗോസ്, മാനേജ് ഡിഫറെൻറ്റ് അതൊക്കെ ഇറ്റ് വാസ് ഹാർഡ്. ലൈക്ക് യുനോ ഇപ്പോൾ 11 വർഷമായി ഈ ഒരു ഇതിൽ വന്ന്. നൗ ഐ നോ ബെറ്റർ, ലൈക്ക് അറ്റ്ലീസ്റ്റ് ഐ നോ where to draw the line, where to, and whom to, and I see them, this is all my professional, exactly part of the this is അങ്ങനെ ആ ഒരു രീതിയിൽ കാണാൻ തുടങ്ങിയപ്പോഴത്തേനും things are normal. it took a while to, because നമ്മളിപ്പം ഡേ 13-14 hours നമ്മൾ ചിലപ്പോൾ ഒരു സെറ്റിൽ ഉണ്ടാവും ഡെയിലി. അപ്പോൾ അങ്ങനെ ഇറ്റ് വാസ്, then it became kind of like എന്താ പറയുക, ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു സ്ലോലി പഠിച്ച് ആ ഈ ഒരു ഇപ്പോൾ ഓക്കെയാണ് ഇൻ എ വേ. ഞാൻ ഇൻറ്റിമേറ്റ് സീൻസ് ഐ ഹവ് ഡൺ ഇൻ 3 films. But Kala was the only film which I was prepared for. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു, അതെ ഇനി നീ സിനിമ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയ്ക്കും തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ.